ബലികർമ്മവും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞ് ജനിച്ചാൽ നിർവഹിക്കുന്ന അക്കീഖത്ത്, ഇത് രണ്ടും ഒരേ നിയത്തിൽ ഒരാൾക്ക് നിർവഹിക്കാമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടഭിപ്രായങ്ങളാണ്. രണ്ടും വളരെ പ്രബലമായ അഭിപ്രായങ്ങളാണെന്ന് പറയാം. രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്. ഒരു വിഭാഗം പറയുന്നത്, നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അഖീഖത്തും ഉലൂഹിയത്തും സംഗമിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ബലികർമ്മങ്ങളാണ്. അതുകൊണ്ട് അത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ല, പാടില്ല, പറ്റില്ല എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹനഫി മദ്ഹബൊക്കെ, അതേപോലെ ഇമാം അഹ്മദിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരവും അവരുടെ അഭിപ്രായ പ്രകാരം ബലികർമ്മവും അഖീഖത്തും സംഗമിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട്, ഒരേ നീയത്തിൽ രണ്ടും പാടെ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. കാരണം രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്നത് ബലികർമ്മം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തഖർറുബ് ആഗ്രഹിക്കുക എന്നതാണ്. രണ്ടുകൊണ്ടും ഏത് ബലിയാണെങ്കിലും ആ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെന്നാണ്. അപ്പോൾ തത്വത്തിൽ ലക്ഷ്യം ഒന്നായതുകൊണ്ട് തന്നെ രണ്ടും ഒരേ നീയത്തിൽ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ രണ്ട് പ്രബലമായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, സൂക്ഷ്മതയുടെ വശം, സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടായി ചെയ്യുക എന്നതാണ് സൂക്ഷ്മത.